the most respected chief guest, other dignitaries, my dear colleagues, dear parents and students, a very good morning to all of you. മനോഹരമായ ഈ പ്രഭാതത്തിൽ 2025-26 അക്കാദമിക വർഷത്തിൽ പഠനാരംഭം കുറിക്കുന്ന ഈ സദസ്സിലെത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. ലോകത്തെ ഏറ്റവും മഹത്തായ പ്രൊഫഷനുകളിലൊന്നാണ് നിയമപഠനം, നിയമരംഗം. മനസ്സ് നിറയെ സ്വപ്നങ്ങളും നിറഞ്ഞ ആത്മവിശ്വാസവുമായി നിയമപഠനത്തിനായി ഇവിടെ എത്തിച്ചേർന്ന മർക്കസ് എന്ന വിശ്വപ്രസിദ്ധമായ സ്ഥാപനത്തിൻ്റെ കവാടങ്ങൾ കടന്ന് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും മർക്കസിൻ്റെ ഫൗണ്ടറും മർക്കസിൻ്റെ മേധാവിയും ഇന്ത്യയിലെ പതിതരും ദുർബലരുമായ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ ശാക്തീകരണത്തിന് വേണ്ടി ഒരു പുരുഷായുസ് നീക്കിവെക്കുകയും ചെയ്ത ഉസ്താദ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. നിയമപഠനവുമായി നിങ്ങൾ മർക്കസ് ലോ കോളേജിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ഇനി വരുന്ന 5 വർഷക്കാലം അല്ലെങ്കിൽ 3 വർഷക്കാലം നിരന്തരമായ ഗൗരവതരമായ പഠനങ്ങളുടേതാണ്, നിശ്ചിതമായ ചോദ്യങ്ങളുടേതാണ്, നിരന്തരമായ അന്വേഷണങ്ങളുടെ കൂടി ലോകത്തേക്കാണ് നിങ്ങൾ കാലെടുത്ത് വെക്കുന്നത്. നമുക്കൊക്കെ അറിയുന്നത് പോലെ നിയമം എന്നത് ഒരു പഠന വിഷയം, പാഠ്യവിഷയം മാത്രമല്ല, അതൊരു ചിന്താരീതിയാണ്, അത് മനസ്സിൻ്റെ നിഷ്ഠയാണ്, അത് നീതിയോടും സത്യത്തോടുമുള്ള നമ്മുടെ പ്രതിബദ്ധത കൂടിയാണ്. ആ പ്രതിബദ്ധതയുടെയും മൂല്യബോധത്തിൻ്റെയും സങ്കല്പമാണ് മർക്കസ് ഉയർത്തിപ്പിടിക്കുന്നത്. മർക്കസ് എന്ന വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച്, സംവിധാനത്തെക്കുറിച്ച് നിങ്ങളൊക്കെ ബോധവാന്മാരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച മർക്കസ് ഇപ്പോൾ 22 സംസ്ഥാനങ്ങളിലായി 1 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വിപുലമായ വിദ്യാഭ്യാസ സംവിധാനങ്ങളിലൊന്നാണ്. കിൻഡർ ഗാർഡൻ മുതൽ പ്ലേ സ്കൂൾ മുതൽ PhD തലം വരെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും മിഡിൽ ഈസ്റ്റിലുമായി 100 കണക്കിന് ക്യാമ്പസുകളാണ് മർക്കസിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഈ നാട്ടിലെ മനുഷ്യ സൗഹാർദ്ദവും സാമുദായിക സൗഹാർദ്ദവും നിലനിർത്തുന്നതിന്, ജാതി മതഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുന്നതിന് വിവിധങ്ങളായ പദ്ധതികളാണ് മർക്കസ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വിവേചനങ്ങളില്ലാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകി സാമൂഹിക ശാക്തീകരണം സാധ്യമാക്കുക എന്ന സന്ദേശമാണ് മർക്കസ് മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യയിൽ ഓരോ പൗരനും, ഓരോ വിദ്യാർത്ഥിയും നമ്മുടെ ഭരണഘടനയുടെ കാവൽക്കാരായിരിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് മർക്കസ് അതിൻ്റെ അക്കാദമിക അനുബന്ധ പ്ലാനുകൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ മർക്കസ് ലോ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മികച്ച പ്രൊഫഷണലുകളെ സൃഷ്ടിക്കുക, നല്ല വരുമാനം നേടുന്ന പ്രൊഫഷണലുകളെ സൃഷ്ടിക്കുക എന്നത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. സാമൂഹിക പ്രതിബദ്ധതയുള്ള, നമ്മുടെ രാജ്യത്തോട് കമ്മിറ്റ്മെൻ്റുള്ള, നമ്മുടെ ഭരണഘടനയോട് പ്രതിബദ്ധതയുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുക, സോഷ്യലി കമ്മിറ്റഡായ ഒരു ജനറേഷനെ സാധ്യമാക്കുക എന്നതുകൂടിയാണ്. അതുകൊണ്ട് തന്നെ മർക്കസ് ചില മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. മർക്കസ് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നു. മർക്കസ് നമ്മുടെ നാടിൻ്റെ പാരമ്പര്യ ദേശീയ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നു. മർക്കസ് എല്ലാ മതങ്ങളും പ്രതിനിധാനം ചെയ്യുന്ന, എല്ലാ മതങ്ങളും വിഭാവനം ചെയ്യുന്ന മാനവികതയുടെയും സ്നേഹത്തിൻ്റെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. അതോടൊപ്പം മുസ്ലിം സമൂഹത്തിൻ്റെ സവിശേഷമായ വിദ്യാഭ്യാസ നവോത്ഥാനത്തിന് വേണ്ടിക്കൂടി സ്ഥാപിതമായ സ്ഥാപനമാണ് മർക്കസ് ലോ കോളേജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ.
അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കുവാനും ഉയർത്തിപ്പിടിക്കുവാനും മർക്കസ് ബാധ്യസ്ഥമാണ്. അതോടൊപ്പം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അസ്തിത്വവും അവരുടെ ചിഹ്നങ്ങളും അവരുടെ അവകാശങ്ങളും പരിരക്ഷിക്കുന്നതിനാവശ്യമായ ഭരണഘടനാനുസൃതമായ സമീപനങ്ങൾ സ്വീകരിക്കാനും മർക്കസ് ബാധ്യസ്ഥമാണ്. ഇവിടെ ഞാൻ അഡ്മിഷന് വരുന്ന പലരോടും പറഞ്ഞിട്ടുണ്ട്, ഡി ജെ ഡാൻസ് നടക്കുന്ന രാഷ്ട്രീയ അതിപ്രസരമുള്ള അധികം വൈബുള്ള ഒരു ക്യാമ്പസാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ മർക്കസ് ലോ കോളേജിൽ നിങ്ങൾ നിരാശരായി പോകും. പഠനവും പഠനാനുബന്ധ പ്രവർത്തനങ്ങളും ലീഗൽ എയ്ഡ് പ്രവർത്തനങ്ങളുമൊക്കെയായി സജീവമായ ഒരു ക്യാമ്പസാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതിൽ ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് പ്ലേസ് ഫോർ യു. ജസ്റ്റിസ് മുഷ്താഖ് സാറിനെ, ജസ്റ്റിസ് കുഞ്ഞിഷ്കൃഷ്ണൻ സാറിനെ, ജസ്റ്റിസ് അബ്ദുറഹീം സാറിനെ, ജസ്റ്റിസ് മാത്യു പി ജോസഫ് സാറിനെ, അതുപോലെയുള്ള ഹൈക്കോടതി ജഡ്ജി ഉൾപ്പെടെ ജില്ലാ ജഡ്ജിമാരുൾപ്പെടെയുള്ള ഇവിടെ സന്ദർശിച്ച മുഴുവൻ നമ്മുടെ ബഹുമാന്യരായ അതിഥികളും ലോ കോളേജിൻ്റെ പ്രവർത്തന മികവിനെക്കുറിച്ച്, നമ്മുടെ അച്ചടക്കത്തെക്കുറിച്ച്, ഇവിടുത്തെ സംവിധാനങ്ങളെക്കുറിച്ച് നമ്മളോട് വളരെ സന്തോഷത്തോടെ അതേവരുടെ സന്തോഷം പങ്കുവച്ചിട്ടുണ്ട്. 2014 മർക്കസ് ലോ കോളേജ് ആരംഭിക്കുന്നത്. 11 വർഷം എന്നത് നമ്മുടെ ഈ ലോകത്തിൻ്റെ കാലഗണന അനുസരിച്ചൊരു വലിയ കാലയളവല്ല. എന്നാൽ ഈ 10 വർഷം കൊണ്ട് തന്നെ കേരളത്തിലെ സ്വകാര്യ ലോ കോളേജുകൾക്കിടയിൽ, കേരളത്തിലെ നിയമ കലാലയങ്ങൾക്കിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടം നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും മികച്ച ലീഗൽ എയ്ഡ് പ്രവർത്തനങ്ങൾ നടത്തുന്ന കോളേജുകളിൽ ഒന്നായി നമ്മുടെ കോളേജ് പലതവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. നാഷണൽ ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ പലവരും വിജയിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും നടക്കുന്ന LLM, LLB, BV, LLB പരീക്ഷകളിൽ ഒട്ടുമിക്ക വർഷങ്ങളിലും നമ്മുടെ വിദ്യാർത്ഥികൾ മികച്ച റാങ്കുകൾ നേടി യൂണിവേഴ്സിറ്റിയിലും സംസ്ഥാനത്തും മുന്നിൽ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാദമികമായ ഒരു എക്സലൻസ് തേടുന്നവർക്ക് ഇത് ഏറ്റവും മികച്ച ഒരു ഇടമാണ്. മർക്കസിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ലോകപ്രസിദ്ധമായ അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റി, അതേപോലെ ഷാർജയിലെ അൽ-ഖാസിമിയ യൂണിവേഴ്സിറ്റി, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി തുടങ്ങി ലോകത്തെ 20ഓളം യൂണിവേഴ്സിറ്റികളുമായി അക്കാദമിക അഫിലിയേഷനുള്ള സ്ഥാപനമാണ്. ഇവിടുന്ന് എൻ്റെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾ പറക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ചിറകുകൾക്ക് എത്ര ശക്തി തരാനും കരുത്തുള്ളവരാണ് മർക്കസിൻ്റെ ഭാരവാഹികൾ, മർക്കസ് പ്രസ്ഥാനം. അതുകൊണ്ട് നിങ്ങളുടെ നിയമ പഠനം ആരംഭിക്കുന്ന സന്തോഷകരമായ ആത്മവിശ്വാസത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഈ മുഹൂർത്തത്തിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ എല്ലാവരെയും ബഹുമാനാദരവുകളോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ചടങ്ങിൽ ആധ്യക്ഷം വഹിക്കുന്നത് മർക്കസ് ലോ കോളേജിൻ്റെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ അഞ്ജു എൻ പിള്ളെ അവർകളാണ്. മാഡത്തെ ഞാൻ സ്നേഹാദരവുകളോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ ഉദ്ഘാടന പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട ഷിബു തോമസ്, ഓണറബിൾ ജഡ്ജ് വിജിലൻസ് കോഴിക്കോട് അവർകളാണ്. സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സദസ്സിലുള്ള നമ്മുടെ പാരൻ്റ് കൂടിയായ കോഴിക്കോട് ജില്ലാ അഡീഷണൽ ജഡ്ജിമാരിൽ ഒരാളായ നൗഷാദ് സാറിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഇനാഗുറൽ സെഷനിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് മർക്കസ് നോളജ് സിറ്റി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി അവർകളാണ്. ഹി വിൽ ബി ഹിയർ സൂൺ ഇൻഷാ അല്ലാഹ്. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, വിദ്യാർത്ഥികൾ, അധ്യാപകർ എല്ലാവരെയും ഒരിക്കൽ കൂടെ ആദരവുകളോടെ സ്വാഗതം ചെയ്ത് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും.